ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. എന്നാൽ പലപ്പോഴും ഈ ചിന്തകൾ തന്നെ നമ്മളെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഇമോഷൻസ് അഥവാ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികൾ, അതായത് നമ്മുടെ ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, നമ്മൾ ബന്ധങ്ങളിൽ എങ്ങനെയായിരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ ചിന്തകളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും മനുഷ്യർ കടന്നു പോകുന്നൊരു കാര്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നുള്ളത്. എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യർ ഒരുപോലെ കടന്നു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ വരുന്ന ചില മാറ്റങ്ങൾ, ചില ഡിസ്റ്റോർഷൻസ്. നമ്മൾ സത്യമല്ലാത്തത് ചിലത് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ചില തോട്ട്സ് വളരെ എക്സ്ട്രീമായിട്ട് നമ്മൾ എടുക്കുന്നു, ചിലതിനെ നമ്മൾ ജനറലൈസ് ചെയ്തെടുക്കുന്നു. ഇതിനെയൊക്കെ നമുക്ക് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആയിട്ട് പറയാം. അതിലെ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്? നമുക്കറിയാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് കളറുകളാണ്. ഈ രണ്ട് കളറുകൾ എന്ന് പറയുന്നത് രണ്ട് എക്സ്ട്രീം പൊസിഷൻസിനെ ആണ് കാണിക്കുന്നത്. ബ്ലാക്ക് ഒരു എക്സ്ട്രീമിനെയും വൈറ്റ് മറ്റൊരു എക്സ്ട്രീമിനെയും കാണിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ഈ ഒരു പൊസിഷൻസ് എടുക്കാറുണ്ട്. ഒന്നെങ്കിൽ വളരെ നല്ലതായിട്ട് ചിലപ്പോൾ നമ്മളൊരു കാര്യത്തിനെ കാണുകയും, അല്ലെങ്കിൽ വളരെ മോശമായിട്ട് നമ്മളൊരു കാര്യത്തിനെ ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മൾ ഓരോ കാര്യത്തിനെ ചിന്തിക്കുമ്പോൾ അതിനെ ഒരു നെഗറ്റീവ് സെൻസിൽ ചിന്തിച്ചെടുക്കുന്നത്. ഇത് നമ്മുടെ പല മേഖലകളിലും നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? നമ്മൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഉണ്ടോ, അല്ലെങ്കിൽ അത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതിന് മെയിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് നമ്മളുടെ സംസാരം, അതായത് നമ്മൾ സംസാരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ നമ്മൾ പറയുന്ന സെൻറ്റൻസുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ എക്സ്ട്രീം പൊസിഷൻസ് നമ്മൾ എടുക്കുന്നുണ്ടോ? എന്താണ് എക്സ്ട്രീം പൊസിഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എപ്പോഴും, ഒരിക്കലും എന്നൊക്കെ ഉള്ള ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? അതായത് ഇംഗ്ലീഷ് നമ്മൾ പറയുകയാണെങ്കിൽ ഓൾവേസ്, നെവർ, ഫെയിലിയർ, ഇങ്ങനത്തെ എക്സ്ട്രീം പൊസിഷൻസ് വെച്ച് മാത്രമാണോ നമ്മൾ നമ്മുടെ വാക്കുകൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, മാതാപിതാക്കൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നീ ഒരിക്കലും നിന്നെ മുറി വൃത്തിയാക്കാറില്ല, അല്ലെങ്കിൽ നീ ഒരിക്കലും ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രീം പൊസിഷനെയാണ് കാണിക്കുന്നത്. മറ്റ് പല സാഹചര്യത്തിലും ആ കുട്ടി ചിലപ്പോൾ മുറി വൃത്തിയാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു സിറ്റുവേഷനെ മാത്രം നോക്കി അതിനെ നമ്മൾ ഒരു എക്സ്ട്രീമായിട്ട് നമ്മൾ അതിനെ കാണുമ്പോഴാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിലൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? ആദ്യമായി നമ്മുടെ ആത്മവിശ്വാസത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ചോദ്യം ചെയ്യും. അതായത് ഞാൻ എൻ്റെ ചിന്തകളിൽ എപ്പോഴും ഒരു എക്സ്ട്രീം പൊസിഷൻസ് എടുക്കുവാണെങ്കിൽ എൻ്റെ കഴിവിനെ ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല. അതായത് ഞാൻ എപ്പോഴും ഒരു തോൽവിയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നൊക്കെയാണ് എൻ്റെ ചിന്തകൾ എന്ന് പറയുകയാണെങ്കിൽ അതെൻ്റെ വികാരങ്ങളെ എഫക്റ്റ് ചെയ്യും. എന്നെ നിരാശയിലേക്കും എന്നെ സങ്കടത്തിലേക്കും ഒക്കെ എൻ്റെ തിങ്കിങ് നയിക്കും. രണ്ടാമത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബന്ധങ്ങളെയാണ്. നമ്മുടെ ബന്ധങ്ങളിൽ എപ്പോഴും ഈ വക ചിന്തകൾ അല്ലെങ്കിൽ ഈ വക സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ ബന്ധം വളരെ നന്നായി പോകാൻ സാധിക്കില്ല. മാതാപിതാക്കൾ കുട്ടികളുമായുള്ള ബന്ധം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം, ഇതിലൊക്കെ നമ്മളൊരു എക്സ്ട്രീം പൊസിഷൻസ് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ പറയുന്നതെങ്കിൽ ആ ബന്ധത്തിൽ പലപ്പോഴും വിള്ളലുകൾ സംഭവിക്കാം. അതുപോലെ തന്നെ വിജയത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാം. ഒരിക്കലും എനിക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കാര്യത്തിനെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും അത് നമ്മളെ പിന്തിരിപ്പിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് നമ്മുടെ വികാരങ്ങളെ വളരെയധികം ബാധിക്കും. നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നതിന് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നുള്ളത്. അതായത് എക്സ്ട്രീം പൊസിഷൻസിൽ മാത്രം നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് നമ്മൾക്കുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മൾ നടത്തുകയുള്ളൂ. എന്നാൽ പലപ്പോഴും ഈ ഒരു തോട്ട് പ്രോസസ്സിനെ നിയന്ത്രിക്കാൻ പല ആളുകൾക്കും സാധിക്കാറില്ല. കാരണം നമ്മൾ എഫേർട്ട്ഫുള്ളായിട്ട് മാത്രം ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാകുകയുള്ളൂ.
ആദ്യമായി എങ്ങനെ നമ്മൾക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ളത് നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു തിങ്കിങ് നമ്മൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കും? നമ്മുടെ ചിന്തകളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു എക്സ്ട്രീം പൊസിഷൻസിലാണോ ചിന്തിക്കുന്നത് എന്ന് നോക്കുക. അതായത് എപ്പോഴും, ഒരിക്കലും എന്നിങ്ങനെയുള്ള വാക്കുകളാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നോക്കുക. എൻ്റെ സെൽഫ് ടോക്ക്, അതായത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്ന എൻ്റെ വാക്കുകൾ അത് ഈ എക്സ്ട്രീം പൊസിഷൻസിലാണെങ്കിൽ ഒരിക്കലും എനിക്കൊരു ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തോട്ട്സിനെ നമ്മൾ തന്നെയാണ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി വേണമെങ്കിൽ ഒരു എക്സസൈസായി നമ്മുടെ ചിന്തകൾ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന വാക്കുകളിൽ ഈ ഒരു എക്സ്ട്രീം പൊസിഷൻസ് എടുത്തിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത്? ഒരിക്കലും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനത്തുള്ള ഒരു കുറ്റപ്പെടുത്തുന്ന വാക്കുകളിലാണോ നമ്മൾ സംസാരിക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് നമ്മൾ ബന്ധങ്ങളിലും വളരെയധികം എഫക്റ്റ് ചെയ്യും. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചിന്തകളെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെ, നമ്മുടെ ഫീലിങ്സിനെ മറ്റൊരു വ്യക്തിയിലേക്ക് എങ്ങനെ വളരെ ഭംഗിയായി എത്തിക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കണം. അതിനായി പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ ചിന്തകളെ ഒരു എക്സ്ട്രീം പൊസിഷൻസിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിക്കുന്നത്. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ കപ്പിൾസ് തമ്മിലുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒക്കെ ഇതൊരു എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സിനെ ഒരിക്കലും നന്നായി നമ്മൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് മനസ്സിലാക്കി നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് XYZ ഫോർമുല എന്നുള്ളത്. അതായത് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എങ്ങനെ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഭംഗിയായി നമുക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ഫോർമുലയാണ് XYZ ഫോർമുല. ഇത് നമ്മുടെ ഫീലിങ്സിനെ, നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത്, നമ്മുടെ വികാരങ്ങൾ എന്താണോ അതിനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുകയാണ് ഈ ഒരു ഫോർമുലയിൽ ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ XYZ ഫോർമുല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇൻ സിറ്റുവേഷൻ X when you do Y I feel Z. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് XYZ ഫോർമുലയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, X എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ നിങ്ങൾ Y എന്ന് പറഞ്ഞൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതെന്നെ Z എന്ന് പറഞ്ഞൊരു ഫീലിംഗ് എനിക്കുണ്ടാകുന്നു എന്ന് പറയുന്നൊരു ഫോർമുലയാണ് ഇത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മൾ സംസാരിക്കുമ്പോൾ നീ എന്നെ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്യുന്നത് എന്നെ വളരെ വിഷമത്തിലാക്കുന്നു. അതായത് ആദ്യം നമ്മൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് പറയുന്നു. അതായത് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ഇടയിൽ അതിന് എന്താണ്, മറ്റൊരു വ്യക്തി ചെയ്ത ബിഹേവിയർ എന്താണ് എന്നുള്ളത് നമ്മൾ പറയുന്നു. അതായത് നിങ്ങൾ എന്നെ ഇൻട്രപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് എന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നു. അതായത് എനിക്ക് സങ്കടം അല്ലെങ്കിൽ എനിക്ക് വിഷമം വരുന്നു എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ മറ്റൊരാളെ ബ്ലെയിം ചെയ്യാതെ, അല്ലെങ്കിൽ ഒരിക്കലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്ങിലേക്ക് പോകാതെ നമ്മുടെ ഫീലിങ്സിനെ നമുക്ക് അറിയിക്കുവാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താൽ ബന്ധങ്ങളിൽ ഒരിക്കലും ഒരു എക്സ്ട്രീം പൊസിഷൻ എടുക്കാതെ ആ ബന്ധങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. പേരൻസ് ചിൽഡ്രൻ തമ്മിലുള്ള ബന്ധമാണെങ്കിലും, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും, ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ടാകുന്ന ഫൈറ്റ്സിനെ അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ചിന്തകളെ മനസ്സിലാക്കുകയും ആ ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നും അത് നമ്മുടെ ഇമോഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ പലപ്പോഴും ഇതിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് നമ്മളെ ഹാംഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് നമ്മളത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മനഃപൂർവ്വമായി തന്നെ പുറത്തു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി ഇനിയും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.